യെസ്, ഹലോ, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി എപ്പിസോഡായിരിക്കും. നിങ്ങളിതിൻ്റെ ഇൻട്രോയിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടാവും ഒരു വലിയ ഒരു നടുക്കടലിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളുടെ ഈ എപ്പിസോഡ് എന്ന് പറയുന്നത് കോർഡിലിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷിപ്പിലുള്ള നമ്മളുടെ ഒരു ട്രാവലാണ്. സംഭവം കിടുവാണ്, വേറെ ലെവലാണ്. അതെങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത് നമുക്ക് പോകെ അറിയാം. സോ നിങ്ങൾ മാക്സിമം എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, അതൊക്കെ തന്നെയാണ് ചെയ്യേണ്ടത്. എൻ്റെ ജോബിൻ്റെ ഇടയിലുള്ള പരിപാടികളാണിത്. ഇന്നൽ മണിയുടെ ട്രിപ്പാണ്. സോ നമ്മളുടെ ടീം ഏകദേശം 40ഓളം പേരുണ്ട്. എല്ലാവരും കൂടി ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ബോംബെ വന്ന് ബോംബെയിൽ നിന്നും ഈ ഷിപ്പിൽ കയറുന്നു. കൊച്ചിയിലേക്ക് ഒരു 2 nights ആണ് നമ്മളുടെ സ്റ്റേ. 2 nights കഴിഞ്ഞ് 3rd day നമ്മൾ രാവിലെ 9 മണിയാകുമ്പോഴേക്കും നമ്മൾ കൊച്ചിയിലെത്തും. ഇതാണ് നമ്മളുടെ പ്ലാൻ. എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പോയി കണ്ടാലോ. വേറെ ലെവലാണ്, ഒന്നും പറയാനില്ല. റെഡി, 1 2 3 സ്റ്റാർട്ട്, ആക്ഷൻ. അതെ, വളരെ ഈസി ആയിട്ട് ചെക്കിനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഷിപ്പിലേക്ക് കയറി. ഓൾമോസ്റ്റ് ഞങ്ങളൊക്കെ തന്നെയാണ് ആദ്യം ഷിപ്പിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കുകളില്ലാതെ ഞങ്ങൾ വളരെ ഈസി ആയിട്ട് അങ്ങനെ കോർഡിലിയയിലേക്ക് ഞങ്ങൾ കയറിയിരിക്കുകയാണ്. ഗൈസ്, കയറിയിരിക്കുകയാണ്. ഹായ്, താങ്ക് യു. ഇതെന്താ, ഷിപ്പാണോ? സത്യത്തിൽ ഈ ഷിപ്പിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇതൊരു ഷിപ്പാണെന്ന് തോന്നില്ല. കുറേ ഒരു ഹോട്ടലിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഹോട്ടൽ ലോബിയുടെ അകത്തേക്ക് കയറിയ പോലെ ഉണ്ടാവും. ഒരു രക്ഷയില്ല എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കണ്ടു തന്നെ നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. കാരണം അത്ര അടിപൊളിയായിട്ടുണ്ട്. കയറി വന്നവരെല്ലാം ഞെട്ടിയിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേകത കണ്ടില്ലേ. രാജ്മോഹനും ഹരിചേട്ടനൊക്കെ വന്ന് ഇതെന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് ഞെട്ടിയിരിക്കുകയാണ്. അവർക്ക് കാർഡ് കിട്ടി. സോ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറാൻ നമുക്ക് റൂമിലേക്ക് ആക്സസ് ചെയ്യാനുള്ള കാർഡ് എല്ലാം അതിൽ തന്നെയാണ്. സോ അതേപോലെ തന്നെ വെൽക്കം ഡ്രിങ്ക് കാര്യങ്ങളെല്ലാം സെറ്റാണ്. അത് കഴിഞ്ഞ ഉടനെ നമുക്കൊരു ഭയങ്കര ഒരു വെൽക്കമിങ് ഒരു അവിടെ ആക്ച്വലി ഒരു മാരേജ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ടീമും കൂടി ഇതിൻ്റെ ഇടയിൽ കയറി വന്നതുകൊണ്ട് അവരുടെ ഒരു എന്താ പറയുക, അവരുടെ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള അതിൻ്റെ ഡോലറ്റ് എന്നാണ് അതിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. സോ അതൊക്കെ കൊട്ടി നമ്മളെ വരവേറ്റു. അങ്ങനെ ഞങ്ങളുടെ ഒരു ഗംഭീര വരവേൽപ്പിന്, ഞങ്ങളുടെ അല്ലെങ്കിൽ കൂടി ഞങ്ങളുടെ ആണെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളുടെ വരവേൽപ്പിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. ഇതുപോലെ പ്രോപ്പറായിട്ട് ഇത് ഏകദേശം 10 ഫ്ലോറുകളിലായിട്ടാണ് ഈ ഒരു കപ്പലുള്ളത്. അതിൽ 7ാമത്തെ ഫ്ലോറിലാണ് നമ്മളുടെ റൂം. അതിൽ എനിക്ക് മാത്രം റൂം അവിടെ കിട്ടാത്തതുകൊണ്ട് 9ാമത്തെ ഫ്ലോറിലാണ് എനിക്ക് കിട്ടിയത്. സോ ഞാനും വിനോജും 9ാമത്തെ ഫ്ലോറിലേക്കും ബാക്കി എല്ലാവരും 7ാമത്തെ ഫ്ലോറിലേക്കാണ് പോയത്. അങ്ങനെ ഞങ്ങൾ ഫ്ലോറിലേക്ക് എത്തി. ഒരു കിലോമീറ്റർ വർഷം നടക്കണം. ഒന്നും ആയില്ലല്ലേ? ലാസ്റ്റ് അങ്ങോട്ട് ഉണ്ട്. നീ കണ്ടോ? തിരിച്ചു പോകാൻ വഴി അറിയണം കേട്ടോ. ദേശം തുറന്നു. ഇതാണ് ഞങ്ങളുടെ റൂം. ഇതാണ് റൂം. ഇത്രേ ഉള്ളൂ.
അതാ സിമ്പിള്. അതിങ്ങോട്ട് ഇരിക്കും. അത്രേ ഉള്ളൂ. അത് കാരണം ഇവർ പറഞ്ഞതാ ഇതാണ് കുളിക്കാനുള്ളൊരു സ്പേസ്. ശകലൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. ഷിപ്പിൽ റൂമിലിരിക്കുന്ന പരിപാടി ഇല്ലല്ലോ. റൂം അടയ്ക്കുവാണെങ്കിൽ ഇവിടെ കബോർഡ് ഇതാ ഞാൻ തൂക്കിയിടാം. ഇവിടെ ഓ സോറി, നിങ്ങളുടെ കൈ എൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നല്ലേ. സംഭവം സിമ്പിൾ. എല്ലാം ഉണ്ട്. കടലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യൂ അറിയാം. കുറച്ച് മോശമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ഇത്രയൊക്കെ തന്നെ എനിക്ക് തോന്നുന്നേ. ഒരു കാരണം കിടന്നുറങ്ങാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. വേറെന്തപ്പോ? അല്ലാണ്ട് ഒരു കാരണവശാലും റൂമിലിരിക്കാൻ പാടില്ല. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. യെസ്, ഇതാണ് ഞങ്ങളുടെ റൂം. ചെറിയൊരു റൂമാണ്. ഇതേപോലെ തന്നെ ഒരു ട്വിൻ ബെഡൊക്കെ. ട്വിൻ ബെഡല്ല, ഒരു ഫാമിലി കോട്ട് പോലെ 2 ട്വിൻ ബെഡാണ്. അത് സെറ്റാക്കി വെച്ചിരിക്കുക. അങ്ങനെ ചെറിയൊരു ഗ്ലാസ് കാര്യങ്ങൾ, ഇങ്ങനെ ഒരു സെറ്റപ്പ്, ഇതൊക്കെ തന്നെയാണ് ഈ റൂം. പൊളിയായിരിക്കും കേട്ടോ, പൊളിയായിരിക്കും. സെയിലിംഗ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ പൊളിയായിരിക്കും. ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ ടോപ്പിൽ വേറെ ലെവലായിരിക്കും കേട്ടോ. പോയി നോക്കാം. ആ, ലിഫ്റ്റിൽ പോയാൽ മതി. ആ നട്ടപ്പുറ വെയിലത്തൊന്നും കാണാനുമില്ല. അതിൻ്റെ എത്ര മുകളിലെന്താ? ഇതാണ് പൂൾ സൈഡ് ബാർ. ഇപ്പോൾ സംഭവം നമ്മൾ ജസ്റ്റ് ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഞങ്ങൾ എന്നിട്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുകയാണ്. ഏറ്റവും ടോപ്പിലെ ഡക്കിൽ ഇതിൻ്റെ മുകളിലാണ് പൂളും അതേപോലെ തന്നെ പൂൾ ബാറും അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഇവിടെ. സോ ഇവിടെ പ്രോഗ്രാംസൊക്കെ നടക്കും. സംഭവം കൊള്ളാം. പക്ഷേ ഇത് ഓടി ഓടി കുറച്ച് കപ്പൽ തുരുമ്പൊക്കെ പിടിച്ച് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട്. പിന്നെ തുണികളും അകത്ത് നമ്മൾ റൂമിൻ്റെ അകത്തൊക്കെ ആണെങ്കിലും അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇത് പക്ഷെ കണ്ടോ, ഇത് വേറെ ലെവലാട്ടോ. ബോംബെ നമുക്ക് ഇങ്ങനെ കാണാം. ഇത് എടുക്കാൻ തുടങ്ങിയ അടിപൊളിയാവും. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. കൊള്ളാട്ടോ. സംഭവം എടുക്കാൻ തുടങ്ങിയ വേറെ ലെവലായിരിക്കും കേട്ടോ. കേറാൻ സമ്മതിക്കില്ലായിരിക്കും. പിന്നെ അതൊന്നും കേറാൻ സമ്മതിക്കില്ല. വൈകുന്നേരമാണ് ഇതിൻ്റെ വൈബ് അല്ലേ? വൈകുന്നേരേ ഒടുക്കത്തെ വൈബായിരിക്കും. ഓ 4 മണി 4:30. കപ്പൽ മൂവ് ചെയ്യണതാണ്. ആ
ക്യാമറ നോക്കി ഹെലിപാഡുള്ള ഒരു വൈകുന്നേരം ഇതെന്തോ ഒരു ആവശ്യമുണ്ടല്ലോ ഇപ്പോൾ 4:30 കഴിയും. ആ ഇതൊരു ഫുൾ ഹെലിപാഡും പരിപാടികൾ കണ്ടോ. ഹെലിപാഡ് ഉണ്ടോ ആ ഷിപ്പിൽ? അങ്ങനെ ഞങ്ങൾ പോയി കിടന്നൊക്കെ ഉറങ്ങി, ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു. 4:30 ആയപ്പോഴത്തേനും തിരിച്ചു വന്നു. അപ്പോഴേക്കും എന്താ കണ്ടില്ലേ, അവിടെ ഉണ്ടായിരുന്ന ആ കയറാനുള്ള ബ്രിഡ്ജ് കാര്യങ്ങളെല്ലാം അവരെടുത്ത് മാറ്റി. അങ്ങനെ പതുക്കെ ഷിപ്പ് എടുക്കാനുള്ള പരിപാടികളാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കുറച്ച് ഷൂട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ ഒരു എപ്പിസോഡ് ഈ ഷിപ്പ് എടുക്കുന്നതോടുകൂടി അവസാനിക്കും. അത് കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഗംഭീര വിഷ്വൽസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുള്ളൂ. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡേവിഡി ടെയിൽ ടോക്സിലെ കൊഡീലിയ ക്രൂസ് ഒരു ട്രിപ്പാണ്. പൊളിക്കും, പൊളിച്ചടുക്കും. ഇൻഡൽമണിയുടെ ഒപ്പം ഉള്ളതാണ്. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ തൽക്കാലം ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ബൈ 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 ബൈ.